Greatest common divisor GCD. GCD is also called greatest common factor. രണ്ട് നമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പറാണ് GCD. 10 and 5 എന്ന ടു നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ 10നെയും 5നെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പറാണ് GCD. GCD of 10 and 5 is 5. ടു പോസിറ്റീവ് ഇൻഡിജേഴ്സിന് മെനി കോമൺ ഡിവൈസേഴ്സ് ഉണ്ടാവും, ബട്ട് GCD ഒന്നേ ഉണ്ടാവുള്ളൂ. യുക്ലീഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടും GCD ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. യുക്ലീഡിയൻ അൽഗോരിതത്തിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് GCD ഓഫ് A and 0 ഈസ് A. സെക്കൻഡ് വൺ GCD ഓഫ് A and B ഈസ് ഈക്വൽ ടു GCD ഓഫ് B and R. ഇതിൽ R എന്ന് പറഞ്ഞ റിമൈൻഡറാണ്. എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് R. നെക്സ്റ്റ് ആണ് യുക്ലീഡിയൻ അൽഗോരിതം. A and B ടു ഇൻഡിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിലും A ഈക്വൽ ടു BQ1 പ്ലസ് R1 ഫൈൻഡ് ഔട്ട് ചെയ്യും. A ഫസ്റ്റ് ഇൻഡിജറാണ്, B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡിജർ. ഈ കേസിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A ഈക്വൽ ടു 34ഉം B ഈക്വൽ ടു 55 ആണ്. ഈ കേസിൽ B Aനേക്കാളും ഗ്രേറ്റർ ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇൻഡിജേഴ്സിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. A ഈക്വൽ ടു 55ഉം B ഈക്വൽ ടു 34 ആയിട്ട് എടുക്കാം. യുക്ലീഡിയൻ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് A ഈക്വൽ ടു BQ1 പ്ലസ് R1. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡിജർ, B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡിജർ. Q1 എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ആണ്. എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണ് Q1. R1 എന്ന് പറഞ്ഞാൽ ആ ഡിവിഷനിൽ വരുന്ന റിമൈൻഡറാണ്. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ 0 ആണെന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ യുക്ലീഡിയൻ അൽഗോരിതം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റെപ്പ് 2 എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റെപ്പ് 2 ആണ് B ഈക്വൽ ടു R1 Q2 പ്ലസ് R2. B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡിജർ, R1 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 കിട്ടുന്ന റിമൈൻഡർ. Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B ഡിവൈഡഡ് ബൈ R1 വരുന്ന കോഷ്യൻ്റ് ആണ് Q2. R2 എന്ന് പറഞ്ഞാൽ ആ ഡിവിഷനിൽ വരുന്ന റിമൈൻഡർ. അങ്ങനെ R2 0 ആണെന്ന് ചെക്ക് ചെയ്യും. R2 0 അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റെപ്പ് 3ൽ R1 ഈക്വൽ ടു R2 Q3 പ്ലസ് R3. ഇതിൽ Q3 എന്ന് പറയുന്നത് R1 ഡിവൈഡ് ബൈ R2 ആണ്. അതിൽ വരുന്ന റിമൈൻഡറാണ് R3. അങ്ങനെ R3 ചെക്ക് ചെയ്യും, 0 ആണെന്ന് ചെക്ക് ചെയ്യും. R3 0 അല്ലെങ്കിൽ ഈ പ്രോസസ്സ് റിമൈൻഡർ 0 ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് റിമൈൻഡർ 0 എന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കിട്ടുകയാണെങ്കിൽ ആ സ്റ്റെപ്പിന് തൊട്ട് മുന്നേ വരുന്ന റിമൈൻഡർ ആയിരിക്കും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇതാണ് യുക്ലീഡിയൻ അൽഗോരിതം പറയുന്നത്. യുക്ലീഡിയൻ അൽഗോരിതം വെച്ചിട്ട് A, B ഈക്വൽ ടു RK എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. യുക്ലീഡിയൻ അൽഗോരിതത്തിൻ്റെ എക്സാമ്പിളാണ് ഇൻപുട്ട് 34ഉം 55ഉം. ഈ കേസിൽ A ഈക്വൽ ടു 34ഉം B ഈക്വൽ ടു 55 ആണ്. A എപ്പോഴും Bനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഇൻഡിജേഴ്സ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. A ഈക്വൽ ടു 55നും B ഈക്വൽ ടു 34നും എടുക്കാം. എന്നിട്ട് യുക്ലീഡിയൻ അൽഗോരിതം അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് 1ൽ A ഈക്വൽ ടു BQ1 പ്ലസ് R1 ആണ്. A എന്ന് പറഞ്ഞാൽ 55, B എന്ന് പറഞ്ഞാൽ 34. Q1 ഈക്വൽ ടു 55 ഡിവൈഡ് ബൈ 34. 55ന് 34നെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യൻ്റ് ആണ് 1. അപ്പോൾ Q1 ഈക്വൽ ടു 1. ആ ഡിവിഷനിൻ്റെ റിമൈൻഡറാണ് 21. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു BQ1 പ്ലസ് R1നെ 55 ഈക്വൽ ടു 34 ഇൻറ്റു 1 പ്ലസ് 21 എഴുതാം. സ്റ്റെപ്പ് 1ൽ നമുക്ക് കിട്ടിയ റിമൈൻഡർ 21 ആണ്. റിമൈൻഡർ 0 ആവുന്നവരെയാണ് യുക്ലീഡിയൻ അൽഗോരിതം കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ റിമൈൻഡർ 0 ആയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ B ഈക്വൽ ടു R1 Q2 പ്ലസ് R2. B 34 ആണ്. R1 എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ 21 ആണ്. അപ്പോൾ 34 ഈക്വൽ ടു 21 ഇൻറ്റു 34ന് 21 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോഷ്യൻ്റ് Q2. 34ന് 21 ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ്റ് 1 ആയിരിക്കും. അങ്ങനെ 34 ഈക്വൽ ടു 21 ഇൻറ്റു 1 പ്ലസ് അതിന് റിമൈൻഡർ 13 ആണ്. ഈ കേസിൽ കിട്ടിയ റിമൈൻഡർ 13 ആണ്. അപ്പോൾ R2 0 ആണെന്ന് ചെക്ക് ചെയ്യും. 0 അല്ല, 13 ആണ് കിട്ടിയത്. അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകും. സ്റ്റെപ്പ് 3ൽ R1 ഈക്വൽ ടു
R2 Q3 പ്ലസ് R3. R1 എന്ന് പറഞ്ഞാൽ 21 ആണ്, R2 എന്ന് പറഞ്ഞാൽ 13 ആണ്. R1 ഈക്വൽ ടു 13 ഇൻറ്റു അടുത്ത Q3 കാണണം. R1 ഡിവൈഡ് ബൈ R2. R1 എന്ന് പറഞ്ഞാൽ 21, R2 എന്ന് പറഞ്ഞാൽ 13. R1 ഡിവൈഡ് ബൈ R2 ആകുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 1 കിട്ടും. ഈ കേസിൽ Q3 എന്ന് പറഞ്ഞാൽ 1 ആവും. ദെൻ അതിൻ്റെ ഡിവിഷൻ്റെ റിമൈൻഡർ 8 ആണ്. അങ്ങനെയാണെങ്കിൽ 21 ഈക്വൽ ടു 13 ഇൻറ്റു 1 പ്ലസ് 8. ഈ കേസിലും റിമൈൻഡർ 0 അല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ R2 ഈക്വൽ ടു R3 Q4 പ്ലസ് R4. R2 എന്ന് പറഞ്ഞാൽ 13 ആണ്, ഈക്വൽ ടു R3 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 8ൻ്റെ കോഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 13 ഈക്വൽ ടു 8 ഇൻറ്റു 1 പ്ലസ് അതിൻ്റെ റിമൈൻഡർ 5. അപ്പോൾ സ്റ്റെപ്പ് 4ലും റിമൈൻഡർ 0 അല്ല. അപ്പോൾ ഇതേ നെക്സ്റ്റ് സ്റ്റെപ്പ് 5ൽ R3 ഈക്വൽ ടു R4 Q5 പ്ലസ് R5. R3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 ഈക്വൽ ടു R4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 5ൻ്റെ കോഷ്യൻ്റ് 1 ആണ്. അങ്ങനെയാണ് 8 ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് അതിൻ്റെ റിമൈൻഡർ 3 ആണ്. സ്റ്റെപ്പ് 5ൽ റിമൈൻഡർ 3 ആണ്, അപ്പോൾ 0 അല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6ൽ R4 ഈക്വൽ ടു R5 Q6 പ്ലസ് R6. R4 5 ആണ്, 5 ഈക്വൽ ടു R5 3 ആണ്. 5 ഈക്വൽ ടു 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3ൻ്റെ കോഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3ൻ്റെ റിമൈൻഡർ 2 ആണ്. അപ്പോൾ 2 എഴുതും. 5 ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് 2. ഈ കേസിൽ റിമൈൻഡർ 2 ആണ്, അപ്പോൾ 0 അല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് 7. R5 ഈക്വൽ ടു R6 Q7 പ്ലസ് R7. R5 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ഈക്വൽ ടു 2 ഇൻറ്റു 3നെ 2 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ 1 ആണ്. അങ്ങനെയാണ് സ്റ്റെപ്പ് 7ൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആവും. അത് കഴിഞ്ഞിട്ട് ഈ റിമൈൻഡർ 0 അല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. സ്റ്റെപ്പ് 8. R6 ഈക്വൽ ടു R7 Q8 പ്ലസ് R8. R6 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഈക്വൽ ടു R7 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2ൻ്റെ കോഷ്യൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 2 ഇൻറ്റു 1 റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആണ്. 2നെ 2 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അങ്ങനെ 2 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 0 ആവും. സ്റ്റെപ്പ് 8ൽ നമുക്ക് റിമൈൻഡർ 0 ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റെപ്പിലാണോ റിമൈൻഡർ 0 ആയത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിലെ റിമൈൻഡറാണ് നമ്മൾ നോക്കാം. ഈ കേസിൽ R7 ആണ് നമ്മൾ നോക്കാം. R7 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ GCD ഓഫ് 55, 34 ഈക്വൽ ടു 1. ഇങ്ങനെയാണ് യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ GCD ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് GCD. തിയറം 1 ആണ്. എനി കോമൺ ഡിവൈസർ ഓഫ് A and B ഈസ് എ ഡിവൈസർ ഓഫ് ദർ GCD ഓഫ് A and B. നേരത്തെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്തതിൽ AB ഈക്വൽ ടു RK നമുക്ക് കിട്ടും. C എന്ന് പറയുന്നൊരു ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസറാണ്. അപ്പോൾ ഈ C വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റെപ്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ C ബൈ A1, C ബൈ B, C ബൈ R1, C ബൈ R2 എക്സെട്ര C ബൈ RK കിട്ടും. അപ്പോൾ RK ഈക്വൽ ടു A, B എന്ന് കിട്ടും. C ബൈ RKനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ C ഡിവൈഡഡ് ബൈ A, B എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് എനി കോമൺ ഡിവൈസർ ഓഫ് A and B ഈസ് എ ഡിവൈസർ ഓഫ് ദെയർ GCD ഓഫ് A and B. നെക്സ്റ്റ് തിയറം 2. തിയറം 2ൽ A, B ഇൻറ്റു C ഈക്വൽ ടു AC, BC. C 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. AC, BCനെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ AC, BCനെ 12ഉം -18 ആയിട്ട് എടുക്കാം. AC ഈക്വൽ ടു 12ഉം BC ഈക്വൽ ടു -18ഉം. ACന്ന് A കണ്ടുപിടിക്കും. A ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ C. അതേപോലെ തന്നെ BCന്ന് B കണ്ടുപിടിക്കുമ്പോൾ B ഈക്വൽ ടു -18 ഡിവൈഡഡ് ബൈ C. Cന് 6 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 6.
2 കിട്ടി. ബി ഈക്വൽ ടു -18 ഡിവൈഡ് ബൈ 6 -3. അങ്ങനെയാണെങ്കിൽ എ കോമ ബി ഇൻറ്റു സി ഈക്വൽ ടു 2 കോമ -3 ഇൻറ്റു 6 എന്ന് കിട്ടും. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത് എ കോമ ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി ഇൻറ്റു ബി സി എന്നാണ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് തിയറം 3. എ കോമ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ സി കോമ ബി ഈക്വൽ ടു സി കോമ ബി. അതിൻ്റെ പ്രൂഫാണ്. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കാം. എ സി കോമ ബി എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡ് എടുക്കാം. എ സി കോമ ബിനെ നമ്മൾ എ സിയും ബി സിയും വെച്ച് ഡിവൈഡ് ചെയ്യും. എ സി കോമ ബി ഡിവൈഡഡ് ബൈ എ സിയും എ സി കോമ ബി ഡിവൈഡഡ് ബൈ ബി സിയും. ഈ രണ്ടെണ്ണത്തിലും എ സി കോമ ബി കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി കോമ ബി ഡിവൈഡഡ് ബൈ എ സി ബി സി നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ സി ആണ് കോമൺ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ കോമ ബി ഇൻറ്റു സി, സി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എ കോമ ബി ഈക്വൽ ടു 1 ആദ്യം നമ്മൾ തീരത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ കോമ ബി ഇൻറ്റു മോഡ് സി ആണെങ്കിൽ 1 ഇൻറ്റു മോഡ് സി ആവും. അപ്പോൾ ഈക്വൽ ടു മോഡ് സി. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിനെയും എ സി വെച്ച് ഡിവൈഡ് ചെയ്യും. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സി കോമ ബി ഡിവൈഡഡ് ബൈ എ സി, അതേപോലെ തന്നെ സി കോമ ബി ഡിവൈഡഡ് ബൈ ബിയും. ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള സെക്കൻഡ് ടേമാണ്. ദെൻ സി കോമ ബി കോമൺ ആണ് ഇതിൽ. അപ്പോൾ സി കോമ ബി ഡിവൈഡഡ് ബൈ എ സി കോമ ബി. ഹെൻസ് എ സി കോമ ബി ഈക്വൽ ടു സി കോമ ബി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. തിയറം 3യും പ്രൂവ് ചെയ്തു. ഇതാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ്.